കഴിഞ്ഞ ദിവസങ്ങളിൽ മാറാണ്ട് നിന്ന മഴയിൽ നമുക്കും കുറച്ച് പ്ലാന്റുകൾ നഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാറ്റത്തും മഴയത്തുമായിട്ട് കുറേ പ്ലാന്റുകൾ തറയിലൊക്കെ വീണു. ചിലതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാറ്റ് വന്നപ്പോൾ ഹാങ്ങിങ് ഒക്കെ പൊട്ടി ഇങ്ങനെ മണ്ണും മറ്റും ഒക്കെ ഇങ്ങനെ ചിതറി കിടക്കുകയാണ്. നമ്മളിത് മുകളിലത്തെ സിറ്റൗട്ടിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ നമ്മൾ ടൈലൊക്കെ ഇട്ട വീടുകളിൽ ഇങ്ങനെ മണ്ണും മറ്റുമൊക്കെ ഇങ്ങനെ ചിതറി കിടക്കുന്നത് കാണുമ്പോൾ. നമ്മൾ ഒരു ഷെഡ് നിർമ്മിക്കണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരോട് ഇങ്ങനെ എൻക്വയറി ചെയ്തപ്പോൾ അവരെല്ലാം ഇങ്ങനെ 1 lakhs മുകളിലൊക്കെയാണ് പറയുന്നത്. ചെറിയ രീതിക്ക് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിക്ക്, അതായത് നമ്മുടെ ഒരു റൂം ഉണ്ടല്ലോ 12x12 അങ്ങനെ ഒരു സൈസിലൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതാകുമ്പോൾ ഈ വിങ്ക ചെടികൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ. നമ്മുടെ ഓരോ വിങ്ക ചെടികളും ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു സീഡ്സിൽ നിന്നാണ് ജെർമിനേഷൻ സംഭവിച്ചിട്ട് ഇതുപോലുള്ള വലിയ പ്ലാന്റുകളൊക്കെ ആയിട്ട് മാറുന്നത്. ഇത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയത്? നമ്മുടെ ജാസിൻ്റെ നിന്ന് വാങ്ങിയ പ്ലാന്റാണ് കേട്ടോ. ടാറ്റുവിൻ്റെ ഒരു വെറൈറ്റിയാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് ടാറ്റുവിൻ്റെ ഓറഞ്ചൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നെങ്കിലും ഒക്കെ ഇങ്ങനെ സംഘടിപ്പിച്ച് കൊണ്ടുവരണം. ഇപ്പോൾ ഇന്ന് മുകളിലേക്ക് കയറിയപ്പോഴാണ് ഇത്രയേറെ പൂക്കളിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കണ്ടത്. എന്നും കയറാറുണ്ടെങ്കിലും ഭയങ്കര തിരക്കിട്ടായിരിക്കും എന്നും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത്. പെട്ടെന്ന് വെള്ളമൊക്കെ കൊടുത്തിട്ട് അതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങി വരും. കാരണം നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് എല്ലാത്തിനെയും നമുക്കിങ്ങനെ നോക്കി എടുത്ത് വരണ്ടേ. അപ്പോൾ അതിനുള്ളൊരു സമയം കുറവാണ്. അപ്പോൾ ഇനി ഈ ഒരു പ്ലാന്റിനെ എല്ലാം നമുക്കിങ്ങനെ താഴേക്ക് സെറ്റ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് എല്ലാ പ്ലാന്റ്സിനും വാട്ടറിങ്ങും അതുപോലെ തന്നെ വളപ്രയോഗങ്ങളും എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ്. എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും നല്ല കോസ്റ്റാണ് പറയുന്നത്. ചെറിയ രീതിക്ക് ഒരെണ്ണം സെറ്റ് ചെയ്തെടുക്കണം. ആരെക്കൊണ്ടും നമുക്ക് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പിന്നെ ഹെൽത്ത് അങ്ങോട്ട് കറക്റ്റായിട്ട് ഓക്കെ ആവുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ തന്നെ ഒരു സീഡ്ലിംഗ് ആണേ. ഇതുപോലെ ഫ്ലവറായി വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും ഇങ്ങനെ സീഡ്ലിങ്ങിൽ നിന്ന് ഇങ്ങനെ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുമെന്നൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ഇങ്ങനെ ചെറിയൊരു തൈയായിരുന്നു, അതിന് പിഴുതിങ്ങനെ വെച്ചു. വലിയ ചെറിയ പ്ലാന്റിൽ തന്നെയും നല്ലൊരു വലിയ ഫ്ലവർ ഉണ്ടായത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ സീഡ്ലിങ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായി കേട്ടോ. അപ്പോൾ ഞാൻ ഒത്തിരിയേറെ സീഡും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ജെർമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഏതാണ് ടാറ്റുവിനും അതുപോലെ തന്നെ ഹാലോ വെറൈറ്റീസും ഒക്കെ. അതൊക്കെ ഇനി ഒന്നുകൂടെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള പോട്ടി മിക്സ് നമുക്ക് ഇന്നലെയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അതിലൊക്കെ അതിനെയൊക്കെ മാറ്റണം. ഓരോ വെറൈറ്റീസിനും ഓരോ ഭംഗിയാണ് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു പ്ലാന്റൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ. സത്യം പറഞ്ഞാൽ അതൊക്കെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് കേട്ടോ. വെയിലിൻ്റെ ഭയങ്കര കുറവ് മൂലമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പ്ലാന്റ് കട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാന്റിനെ പ്രൂൺ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് പ്ലാന്റിനെ അങ്ങനെ ഒരു കാരണവശാലും ഇങ്ങനെ നോവിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇതിലൊക്കെ പെസ്റ്റ് അറ്റാക്ക് ഉണ്ട് ഒരെണ്ണം. അതുപോലെ തന്നെ പാഴിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഭയങ്കര തിരക്കിട്ടാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇപ്പോൾ സെയിലിടാത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ പ്ലാന്റ് എല്ലാം നശിച്ചു പോയി. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് റിപ്പോർട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ബാൽസത്തിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇത്. നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ 1-2 പേരൊക്കെ എൻക്വയറി ചെയ്തിരുന്നു സെയിലുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ എന്തായാലും സെയിൽ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ പ്ലാൻസ് എല്ലാം നന്നായിട്ടൊന്ന് സെറ്റായി കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് മാത്രമായിരിക്കും നമ്മൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം പുഴുവൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മഴയായതുകൊണ്ട് പുഴുവും മറ്റും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര പെരിച്ചാഴി ശല്യമാണ്. അതെല്ലാം തുറന്ന് ഇങ്ങനെ നമ്മുടെ ചെടികളും മണ്ടയിലോട്ടൊക്കെ ഇട്ട് ആകെ മൊത്തം നശിച്ച് കിടക്കുകയാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായി കാണുന്നവർക്കറിയാം, ഒരു കുഞ്ഞു പ്ലാന്റ് ആയിരുന്നു ഇത്. കണ്ടോ, ഞാനിത് എൻ്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വലുതായിട്ട് എൻ്റെ ഫേവറേറ്റ് കളറാണ് കേട്ടോ. ലൈറ്റല്ല, ഒരു ഡാർക്ക് ഓറഞ്ച്, പക്ഷേ ലൈറ്റ് ഗ്രീനിഷ് തണ്ടാണ് കേട്ടോ. അത് എൻ്റെ ഭയങ്കര ഇഷ്ടമുള്ള വെറൈറ്റിയാണ്. നമ്മുടെ നാടൻ ബൽസത്തിൻ്റെ സീഡ് പോഡ് ഇതാണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സിലും ഉണ്ടാവണമെന്നില്ല, എന്നാലും ചില പ്ലാന്റ്സിനൊക്കെ ഇതുപോലെ സീഡ് പോഡ് ഉണ്ടാവാറുണ്ട്. നമ്മുടെ ഏതാണിത്, ഇതിനും ഉണ്ട് കേട്ടോ. ഇതൊരു ഡബിൾ പെറ്റൽസ് ആണ്, പക്ഷേ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സിംഗിളായിട്ടും വിരിയാറുണ്ട്. ഇതിലും സീഡ് ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. പക്ഷേ ഇതൊക്കെ എങ്ങോട്ടെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ചിട്ട് അവിടെ കിടന്ന പുതിയ പ്ലാന്റൊക്കെ ആയിട്ട് മാറും. ചിലപ്പോഴൊക്കെ നമുക്ക് പുതിയ കളേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ. പോളിനേഷനൊക്കെ സംഭവിച്ചിട്ട് ഭയങ്കര കുറവാണ്, എന്നാലും നമുക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ കിട്ടാറുമുണ്ട് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ കുറച്ച് നമ്മുടെ ഡബിൾ പെറ്റൽസൊക്കെ തറയിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെറൈറ്റി എല്ലാ സ്ഥലത്തും പെട്ടെന്ന് പിടിച്ച് കിട്ടുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഇത്. നല്ല റോസാപ്പൂ മാതിരി ഇങ്ങനെ മുകളിലോട്ട്
എണീറ്റ് നിൽക്കുന്ന പ്ലാന്റ്സാണ്. പെരിച്ചാഴി വന്നിട്ടാണ് ഇത് ഇവിടുത്തെ പ്ലാന്റ്സ് എല്ലാം നശിച്ചു പോയത്. എന്തോ കഷ്ടമാണെന്ന് അറിയാമോ, നമ്മൾ നന്നായിട്ട് പൊടിപ്പിച്ചൊക്കെ വന്നുമ്പോൾ ഇതുപോലെ പ്ലാന്റ്സും എല്ലാം ഇങ്ങനെ നശിപ്പിക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ പുഴുക്കളായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പെരിച്ചാഴിയും മറ്റുമൊക്കെ ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ കേട്ടോ. ഒത്തിരി ഇങ്ങനെ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ഏരിയ മൊത്തം നമ്മുടെ നാടൻ ബാൽസമായിരുന്നു കേട്ടോ. ഒരു 30 കളേഴ്സിന് മേലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നശിച്ചു പോയി. അതൊക്കെയാണ് വന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ. മൈൽഡ്യൂ എന്ന് പറയുന്നൊരു അസുഖം വന്നിട്ട് എല്ലാം നശിച്ചു പോയേ. അങ്ങനെ ഇത് നമ്മുടെ ബാഷ്പം ആണ് കേട്ടോ, ബാൽസം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ റെഡ് കളർ ഇന്ത്യയിൽ കിട്ടിയതായിരുന്നു, പക്ഷെ ഇത് മിസ്സായപ്പോൾ. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതാണ് ഇതിൻ്റെ റെഡ് കളറേ. അതും ഇനി അവിടെ നിന്നെങ്കിലും തപ്പിപ്പിടിച്ച് കൊണ്ടുവരണം. നമ്മുടെ ഗിവ് എവേയുടെ കാര്യം മറന്നു പോകരുത്. ഓഗസ്റ്റിലായിരിക്കും നമുക്ക് ഗിവ് എവേ ഉണ്ടാവുന്നത്. നമ്മൾ 1 മില്യൺ വിൽസ് നമുക്ക് ഓക്കെ നിൽപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ ഗിവ് എവേക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും നോക്കട്ടെ കേട്ടോ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ആ പ്ലാന്റ്സ് നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടും. അപ്പോൾ അത് നമ്മൾ ഏതാണ് ഗിവ് എവേയിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ലാവൻഡർ വൈറ്റ് ആണ്, ഡബിൾ പെറ്റൽസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും ഞാൻ നോക്കുന്നുണ്ട്. ഇത് ഈ ഒരു ഓർക്കിഡ് എൻ്റെ ഒരു 6-7 വർഷമായിട്ട് എൻ്റെ കയ്യിൽ മാറാണ്ട് നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒത്തിരി ഓർക്കിഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എല്ലാം അങ്ങ് പോയി നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ കുറച്ച് ബ്രൈഡൽ ബൊക്കേറ്റും ക്രീപ്പർ ജാക്കിയും ഒക്കെയാണ്. പിന്നെ ഇത് സ്റ്റാറിന റോസാണ്, പിന്നെ അഹല്യ റോസിൻ്റെ പിങ്ക് വെർഷനാണ്, പിന്നെ നമ്മുടെ സ്റ്റാർ സീനിയ. സത്യം പറഞ്ഞാൽ ഈ പൂക്കളുടെ ലോകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒത്തിരി പ്ലാന്റ്സിൻ്റെ ഐഡിയയും കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ പറ്റി. ഇത് നമ്മുടെ ഒരു ഡബിൾ പെറ്റൽ തെറ്റിയാണ് കേട്ടോ. എനിക്ക് എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ട് അതുപോലെ വീട് മാറിയപ്പോൾ കുറച്ച് പ്ലാന്റ്സ് തന്നു. ആ കൂട്ടത്തിൽ കിട്ടിയതാണ് ഈ ഒരു തെറ്റി. അപ്പോൾ ആദ്യം ഫ്ലവർ കാണുന്നതിന് മുമ്പേ ഞാൻ വെച്ച് ഈ കാട്ട തെറ്റി എന്തിനാണ് നട്ടു വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ ഫ്ലവർ വന്നപ്പോഴാണ് മനസ്സിലായത് ഒരു വെറൈറ്റിയാണ് അതെന്ന്. അങ്ങനെ അപ്പോൾ എനിക്ക് പ്ലാന്റ്സിനോടുള്ള ക്രൈസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ചെടികളെല്ലാം എനിക്ക് പറക്കി എടുത്തു കൊണ്ട് തരും. പക്ഷേ ആൾ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. എന്നാലും നമ്മുടെ പോകുന്ന വഴിക്കൊന്നും തടസ്സമല്ല കേട്ടോ. പ്ലാന്റ്സൊക്കെ നടുന്നതിനും എടുക്കുന്നതിനോടൊന്നും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇടുക്കി റോസാണ് ഇത്. ഇടുക്കി റോസും നമ്മൾ സെയിലിലേക്ക് കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ മുറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടോ, ഇപ്പോൾ പൂക്കളൊക്കെ അങ്ങ് കൊഴിഞ്ഞു മൊത്തം ഒരു പച്ച കളറിൽ കിടക്കുകയാണ്. മുറ്റത്താണെങ്കിൽ കാടോട് കാട് തന്നെയാണ് കേട്ടോ. ഇനി എല്ലാം ഒന്ന് വെട്ടി ശരിയാക്കണം. നമ്മുടെ ഓർക്കിഡാണ് കേട്ടോ. ഇത് റിപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ചകിരിയും മറ്റുമൊക്കെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി എന്തായാലും ഒന്നുകൂടെ അതൊക്കെ ഒന്ന് എല്ലാത്തിനും തട്ടിയെടുത്ത് റിപ്പോർട്ട് ചെയ്തൊന്ന് ഹാങ് ചെയ്തിടണം. ഓർക്കിഡിനൊക്കെ ലെസ് കെയർ മതി കേട്ടോ. ഞാൻ ഈ സൈഡിലിങ്ങനെ എന്നും മഴ നനഞ്ഞ് കിടക്കുന്നൊരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു 6 വർഷമായിട്ടൊക്കെ എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഞാനിങ്ങനെ വരുന്നവർക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. റൂട്ടായി തന്നെ ഇരിക്കുന്ന കട്ടിങ്സൊക്കെയാണ് എടുത്ത് കൊടുക്കുന്നത്. അവർ കൊണ്ടുപോയിട്ട് അവർക്ക് ഓക്കെ ആയി കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കിതേ കണ്ടോ, ഇത്രയും വർഷമായിട്ട് ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ഓർക്കിഡൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് നട്ടെടുക്കണം. നമ്മുടെ വൈറ്റാണ് കേട്ടോ, നോർമൽ വൈറ്റാണ്. ഇതിൻ്റെ നല്ലൊരു വൈറ്റ് ഉണ്ട്, തായ്ലൻഡ് വൈറ്റ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. ആ ഒരു വൈറ്റും ഒക്കെ എൻ്റെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊക്കെ ഇപ്പോൾ മിസ്സിങ് ആണ്. എന്തായാലും നമുക്ക് ദൈവഭാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തിരികെ കൊണ്ടുവരണം. അങ്ങനെ ഇപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് നമ്മളെ പ്ലാന്റൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഗിവ് എവേയുടെ കാര്യം മറന്നു പോകരുത്, കൂടെ നിന്നോളൂ കേട്ടോ. എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവും. ആരാണ് ഭാഗ്യശാലി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ.